ഹലോ അസ്സലാമലൈക്കും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പിൻ്റെ വ്ളോഗാണ് ഇട്ടത്. അപ്പോൾ സുബൈ നിസ്കാരം കഴിഞ്ഞ പാടെ നമ്മൾ ഇറങ്ങിയിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി ഹോട്ടൽ ന്യൂ ബദരിയ ഹാലിങ്ങലിലുള്ള ഈ ഹോട്ടൽ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവില്ലേ. നല്ല മട്ടൻ ചാപ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇതിവിടെ. അപ്പോൾ നമ്മൾ നല്ല പുട്ടും മട്ടൻ ചാപ്സൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് നല്ലൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു ക്ലൈമറ്റിലാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നിലമ്പൂർ നമ്മൾ തേക്കിൻ തോപ്പിൻ്റെ ഇടയിലുള്ള ഈ റോഡിൽ എത്തിയിട്ടുണ്ട്. ഈ റോഡ് ഒരുവിധം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, നല്ല തണലുള്ള നല്ലൊരു ഏരിയയാണിത്. അപ്പോൾ അതുവഴി നമ്മൾ നാടുകാണി ചുരം കയറി അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടാണ് കേട്ടോ ബാക്കി യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ നാടുകാണി ചുരത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴും നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര രസമുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ അവിടെ ഇറങ്ങി എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട നല്ല ഫോഗുള്ള ടൈമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മൾ ഗൂഡല്ലൂർ വഴിയാണ് കേട്ടോ ഇത്തവണ ഊട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ ഗൂഡല്ലൂർ വഴി ഊട്ടിലേക്ക് പോകുന്ന വഴിയിൽ വീണ്ടും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഫൈനലി ഈവനിങ്ങോട് കൂടി നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റേ ആണ് എടുത്തത്. നല്ല അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കരുതി ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി നല്ല വ്യൂസും ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന്. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ അവരൊരു ഗെയിമിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഈവനിങ് ആയപ്പോൾ അവിടെ പോയി ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും ഇതാ നല്ല കാഴ്ചകൾ കാണാനായിട്ട് പുറത്തിറങ്ങിയൊക്കെയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ കുറേ ഏരിയാസ് നടന്ന് കാണാനുണ്ട്, നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഒക്കെ ഇങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ. രാത്രിയായപ്പോൾ നമ്മൾ നല്ല തമിഴ് സ്റ്റൈലിൽ കുറച്ച് കടകൾ കണ്ടപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് നല്ല സ്നാക്സും അതുപോലെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ ഇവരുടെ ബേക്കറി ഒക്കെ കാണാൻ. നമ്മുടെ അവിടുത്തേന് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധാ നാടൻ ടൈപ്പ് കടകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഒരുവിധ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ആ ഒരു പാട്ടൊക്കെ കേട്ട് അവിടെ ചായ കുടിച്ച് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഫുഡ് കഴിച്ച് വേഗം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം മോർണിംഗ് തന്നെ നമുക്ക് എല്ലായിടത്തും പോകാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അത് മോർണിംഗ് തന്നെ നല്ല ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. നമ്മൾ മൂസിൻഖാനെ കൊണ്ട് പറ്റുന്ന അത്രയും നല്ല ഫോട്ടോസ് എടുപ്പിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ആൾ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കും. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ജസ്റ്റ് ഷോപ്പിംഗ് ഏരിയ കണ്ടപ്പോൾ അവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടന്നു കേട്ടോ. പിന്നെ അത് നല്ല ഭംഗിയുള്ള ഡോൾസ് ഉണ്ടായിരുന്നു. ഞാനൊരു ഡോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള. അപ്പോൾ ഈ ഷോപ്സിലൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് അവർ സെല് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ നടന്ന് കാണാനൊരു രസമാണല്ലോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു തമിഴ് സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ബാക്കി യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട് നമ്മളെ ഊട്ടിയിലുള്ള, അവിടേക്ക് പോവാണ്. കാരണം സോക്ക പണ്ട് എന്തോ ഫ്രണ്ട്സിനായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ വലിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ദൂരം നടന്നിട്ട് വേണം നമുക്ക് ആ ഒരു സ്പോട്ടിലേക്ക് അങ്ങനെ ഇതാ നമ്മൾ ആ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് നടക്കുന്നത്. ഒരുപാട് മരങ്ങളൊക്കെ എക്സ്ട്രാ വന്നതുകൊണ്ട് വഴിയൊന്നും ഇവർക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു. ഒരുവിധം അവസാനം നമ്മൾ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് കുറേ നേരം നടന്നതിന് ശേഷമാണ് ഈ മരങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ പോണ വഴിയിലുള്ള നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് അത്യാവശ്യം നേരം ഇങ്ങനെ മെല്ലെ നടന്ന് സംസാരിച്ചിട്ടൊക്കെയാണ്. കുറേ നേരം നടന്നതിന് ശേഷം നമ്മൾ നല്ല ഭംഗിയുള്ളൊരു തടാകം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല സംസാരിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അധികം ആളുകളൊന്നും പോകാത്തൊരു ഡാമുണ്ട് ഇവിടെ. അത് കാണാനാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള നടത്തത്തിലാണ്. വീണ്ടും പോണ വഴിക്ക് നല്ല നല്ല പൂക്കളും മരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും നടന്ന് അവസാനം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആരുമില്ലാത്ത നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു. പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണ വഴി. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.